1893 തിരുവിതാംകൂറിൽ പതിവില്ലാത്ത ഒരു വില്ലുവണ്ടി ഒച്ച കേട്ടു. കാളകളുടെ കുളമ്പടിക്ക് പോലും പ്രതിഷേധ സമരത്തിന്റെ താളമുണ്ടായിരുന്നു. ഓടിക്കൂടിയവർ വില്ലുവണ്ടിയിൽ നിവർന്നിരിക്കുന്ന മനുഷ്യനെ കണ്ട് അമ്പരന്നു. പൊതുനിരത്തിലൂടെ കീഴ്ജാതിക്കാരന് യാത്ര നിഷേധിച്ചിരുന്ന കാലത്ത് വില്ലുവണ്ടിയിലെത്തിയ അയ്യങ്കാളിയെ സവർണ കൂട്ടങ്ങൾ പലയിടങ്ങളിൽ വെച്ച് ചുറ്റിവളഞ്ഞു. മൂർച്ചയേറിയ വാക്കിനും കയ്യിലേന്തിയ കഠാരയ്ക്ക് മുൻപിൽ അവരെല്ലാം പിന്തിരിഞ്ഞോടി. 1893 ഈ ചരിത്ര മുഹൂർത്തം ദളിത് സമൂഹത്തിന് നൽകിയ ഊർജം ചെറുതൊന്നുമായിരുന്നില്ല. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ പ്ലാവത്തറ വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായി അയ്യങ്കാളി ജനിച്ചു. ബാല്യകാലം മുതലേ നേതൃപാടവമുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു അയ്യങ്കാളിയുടേത്. പരിഹാസങ്ങളോടും മാറ്റി നിർത്തലുകളോടും സമരസപ്പെടാത്ത വിപ്ലവ വീര്യം അയ്യങ്കാളിയെ കൂട്ടത്തിലെ നേതാവാക്കി മാറ്റാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചു. കേരള നവോത്ഥാനത്തിലെ തീ പാറുന്ന വർഷമാണ് 1915. അയ്യങ്കാളി നിരക്ഷരനായ നവോത്ഥാന നായകനാണ്. താനും തൻ്റെ പൂർവികരും നേരിട്ട ഈ ദുരവസ്ഥയെ തങ്ങളുടെ പുതുതലമുറയെങ്കിലും മറികടക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകി ശ്രീമൂലം തിരുനാൾ ഉത്തരവിറക്കിയെങ്കിലും കാലങ്ങളോളം ഇത് പാലിക്കാതെ പോയി. തുടർന്ന് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വെങ്ങാനൂരിൽ 1905 ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നു. അധസ്ഥിതർ കെട്ടിപ്പൊക്കിയ ആ ചെറു പള്ളിക്കൂടത്തെ അസമന്മാരായ സവർണ മേലാളർ തല്ലി തകർത്തു. കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെ കണ്ടെത്താൻ പോലും അവർക്ക് തീവ്ര പരിശ്രമം ആവശ്യമായി വന്നു. പള്ളിക്കൂടത്തിന്റെ പുനർനിർമ്മാണവും അക്രമ സംഭവങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. 1915 അയ്യങ്കാളി പഞ്ചമി എന്ന വിദ്യാർത്ഥിനിയുമായി ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് കടന്നു ചെന്നു. ഈ കാഴ്ച കണ്ട് വെറിപൂണ്ട നായർ പ്രമാണിമാർ സ്കൂൾ കത്തിച്ചു. ലഹള പലയിടങ്ങളിലും വ്യാപിച്ചു. ഏറ്റുമുട്ടലുകളുണ്ടായി. അറിവിന് ഐത്തം കൽപ്പിച്ച ഈ ലഹളയെ ചരിത്രം ഊരൂട്ടമ്പലം ലഹളയെന്നും 90-ാം ആണ്ട് ലഹളയെന്നും വിളിച്ചു. കാലങ്ങൾക്കിപ്പുറം പഞ്ചമിയുടെ പിന്തലമുറക്കാർ ഊരൂട്ടമ്പലം സ്കൂളിൽ പഠിച്ചതും പഞ്ചമി എന്ന നാമം അംഗീകരിക്കപ്പെടുന്നതും കാലത്തിൻ്റെ കാവ്യനീതി തന്നെയാണ്. ഇതേ വർഷം തന്നെയാണ് കൊല്ലം ജില്ലയിലെ പെരിനാട് ദേശത്ത് കല്ലുമാല സമരം നടക്കുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളുടെ അടയാളമായി അവർ കല്ലുകൾ കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കണമത്രേ. ഈ വിചിത്ര നിയമത്തെ ഗോപാലദാസൻ ഉൾപ്പെടെയുള്ള ദളിത് നേതാക്കൾ എതിർത്തു. അയ്യങ്കാളി പൂർണ്ണ പിന്തുണ നൽകി. സ്ത്രീകൾ ഒന്നടങ്കം കല്ലുമാല വലിച്ചെറിഞ്ഞു. ഇതേ തുടർന്നുണ്ടായ ലഹളയെ പെരിനാട് ലഹളയെന്നും കല്ലുമാല സമരമെന്നും അറിയപ്പെടുന്നു. തുടർന്നുണ്ടായ കേസിൽ പുലയ സമുദായത്തിന് വേണ്ടി വാദിച്ചത് അഡ്വക്കേറ്റ് TM വർഗീസ് ആയിരുന്നു. അദ്ദേഹത്തിന് വക്കീൽ ഫീസ് കൊടുക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ പ്രതിഫലമായി വക്കീലിന്റെ വീടിനോട് ചേർന്ന് ഒരു വലിയ കുളം നിർമ്മിച്ചു കൊടുക്കുവാൻ ആ ദളിത് സമൂഹം തീരുമാനിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മുൻവശത്തായി ഇപ്പോഴും നമുക്ക് ആ കുളത്തിന്റെ അവശേഷിപ്പുകൾ കാണാം. പെരിനാട് ലഹളയുടെ ചരിത്ര സ്മാരകമായ കുളത്തെ കമ്മാൻ കുളം എന്ന് വിളിക്കുന്നു. അസംഘടിതരായ ജനവിഭാഗത്തിന് ഒത്തുചേരുവാനും ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും അയ്യങ്കാളി കണ്ടെത്തിയ മറ്റൊരു മാർഗമായിരുന്നു സാധുജന പരിപാലന സംഘം. 1907 സ്ഥാപിച്ച സംഘടനയുടെ നേതൃത്വം വഹിച്ചതും അയ്യങ്കാളി തന്നെ. 1914 സമുദായത്തിന്റെ ആശയപ്രകാശനത്തിനും ലക്ഷ്യത്തിനും ഊർജം പകരുവാൻ സാധുജന പരിപാലിനി എന്ന മുഖപത്രവും ഇറക്കി. ചെമ്പൻതറ കാളിചോതി കറുപ്പനായിരുന്നു മുഖ്യ പത്രാധിപർ. ദളിത് വിഭാഗത്തിന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉറച്ച ഭാഷയിൽ ഭരണകൂടത്തെ അറിയിക്കുവാൻ അയ്യങ്കാളിക്ക് കഴിഞ്ഞത് 1911 ഡിസംബർ 6 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതോടെയാണ്. 1912 ഫെബ്രുവരി 27 അയ്യങ്കാളി സഭയിൽ ആദ്യമായി പ്രസംഗിച്ചു. അതൊരു നിരക്ഷരന്റെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അപരിഷ്കൃതനെന്ന് മുദ്രകുത്തപ്പെട്ടവന്റെ ഭാഷയെ ആയിരുന്നില്ല. ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വ്യക്തവും സുദൃഢവുമായ മനോഹര ഭാഷയിൽ അയ്യങ്കാളി ഏവരുടെയും മനം കവർന്നു. 28 വർഷത്തോളം തുടർച്ചയായി ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായി. 1912 ബാലരാമപുരത്ത് വെച്ച് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുമ്പോൾ എങ്ങുമെത്താത്ത ഒരു ജനതയുടെ നേതാവ് മാത്രമായിരുന്നുവെങ്കിൽ 1937 വെങ്ങാനൂരിൽ വെച്ച് ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ഒരു ജനവിഭാഗത്തിൻ്റെ സൂര്യതേജസ്സാർന്ന നേതാവിൻ്റെ മുഖമായിരുന്നു അയ്യങ്കാളിയുടേത്. 1941 ജൂൺ 18 കേരളത്തിൻ്റെ ധീര നവോത്ഥാന നായകൻ